എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഫോണ്? നോക്കിയൻ്റെ ഫോൺ പോലെ തന്നെ ഉണ്ട് അല്ലേ? നോക്കിയൻ്റെ പഴയ ഫോൺ ഓർമ്മയില്ലേ? പക്ഷേ ഇത് കുറച്ച് വലിയതായിപ്പോയി. അടിപൊളി. ഇതിലിപ്പോൾ മേലെ ടവർ ഉണ്ട്, ബാറ്ററി ഉണ്ട്, വൈഫൈ ഉണ്ട് കാണിക്കുന്നുണ്ട്, സെറ്റിങ്സ്, മെനു, ഗോ ടു, അതങ്ങനെ എല്ലാം സാധാരണ നോക്കിയൻ്റെ ആ ഫോണിലുള്ള എല്ലാ സംഗതികളും ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡെൽപ്പാടുന്ന് കോൾ ചെയ്യുക, ഒക്കെ ചെയ്യാം. ഈ ഫോൺ എങ്ങനെ ഉപയോഗിക്കുക അതുപോലെ എല്ലാം ഉപയോഗിക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് അങ്ങനത്തെ ഒരു ഫോണാണെന്ന്. ഇത് അതല്ല കേട്ടോ. ഇതെൻ്റെ സാംസങ്ങിൻ്റെ M31 എന്ന് പറയുന്ന ഫോണാണ് ഇത്. ഇതെങ്ങനെ ഇത് സെറ്റ് ചെയ്യുക? ഇതിനൊരു ലോഞ്ചർ വേണം കേട്ടോ. ഈ ലോഞ്ചറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഡിഫാൾട്ട് ലോഞ്ചറായിട്ട് ഇത് സെറ്റ് ചെയ്താൽ മാത്രം മതി. ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ എങ്ങനെ വരിക? ഇവിടെ സെറ്റ് ഡിഫാൾട്ട് ലോഞ്ചർ എന്നുള്ളിടത്ത് നിന്ന് ഡിഫാൾട്ട് ലോഞ്ചറായിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാം. അടിപൊളി. വേറെ യുണീക്ക് ആയിട്ടുള്ളൊരു ഫീച്ചർ ഉണ്ട് കേട്ടോ. നമ്മളെ ഈ സീറോ ഇല്ലേ, ഈ സീറോ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് കത്തും. അടിപൊളി. അത് നല്ലൊരു ഫീച്ചറാണ്. വീണ്ടും ലോങ് പ്രസ് ചെയ്താൽ അതങ്ങ് ഓഫ് ആകുകയും ചെയ്യും. കിടുക ഓഫാകുക, കിടുക ഓഫാകുക. സംഭവം ഒരു വെറൈറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന നല്ല അടിപൊളി ഒരു ലോഞ്ചറാണ്. ഒരു പഴയ ഫോൺ ഉപയോഗിക്കുന്ന അതേ ഫീലിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ച് മതിയായി എന്ന് തോന്നുന്നത് എന്ത് ചെയ്യുക? അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ മെനു എടുക്കുക. മെനു എടുത്തിട്ട് ഇതിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് അറിയുക. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉപയോഗിക്കേണ്ട ആൾക്കാർ ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.